ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ബൈബിൾ ക്ലാസ്സിലെ വിഷയം വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. വെളിപ്പാട് പുസ്തകമാണ്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ഒരു പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. നമുക്കറിയാം, മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നതായ ഒരു പ്രവചന ഗ്രന്ഥം. വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഇതിന് മുൻപുള്ളതായ കാര്യങ്ങൾ അത് അങ്ങ് തീർന്നുപോയി. അതിൻ്റെ എല്ലാ പ്രതിധ്വനികളും മാറ്റൊലികളും അതിൻ്റെ അനുരണനങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നാം ഈ വർത്തമാനകാലത്ത്, ഈ കാലത്ത് ജീവിക്കുന്നു. ഇനിയും മേലാൽ സംഭവിക്കാനിരിക്കുന്നത് എന്ത് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു തരുന്നു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും നീ വരാനിരിക്കുന്നതും, അതാണ് കർത്താവിൻ്റെ ആത്മാവ് കാണിച്ചു തരുന്നത്. യോഹന്നാൻ പത്മോസിൽ ഏകാഗിയായിരുന്ന് സ്വർഗീയ ദർശനങ്ങളെ കാണുകയായിരുന്നു. ആരോരും കൂടെ ഇല്ലാതെ, തുണയില്ലാതെ, ആരും താങ്ങാനില്ലാതെ ഏകനായി പത്മോസ് ദ്വീപിൽ ഏകാന്ത തടവ് അനുഭവിക്കുകയായിരുന്നു. നാടുകടത്തി അവിടെ പോയി ഒറ്റയ്ക്ക് വാർക്കുകയായിരുന്നു. അന്ന് കിട്ടിയ സ്വർഗീയമായ ദർശനങ്ങൾ, സ്വർഗീയമായ വെളിപ്പാടുകൾ, അവ എക്കാലത്തേക്കും നിലനിൽക്കുന്നവയാണ്. എക്കാലത്തേക്കും ഓരോരുത്തർക്കും ആവശ്യമായ ദൂത് ഈ പുസ്തകത്തിൽ നമുക്ക് കിട്ടും. നമുക്കെല്ലാം ആവശ്യമായ സ്വർഗീയമായ സന്ദേശം കിട്ടും. പക്ഷേ ഇത് വായിച്ചു പോകുമ്പോൾ പലതും നമുക്ക് മനസ്സിലാവുകയില്ല. ആദ്യത്തെ 1, 2, 3 അധ്യായങ്ങളിൽ മനസ്സിലാകും, പക്ഷേ മുഴുവൻ മനസ്സിലാകുകയില്ല. എങ്കിലും മനസ്സിലാക്കാം. പിന്നെ അങ്ങോട്ട് 4-ാം അധ്യായം മുതൽ പിന്നെ കാണുന്നതായ കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായും പ്രവചനപരമാണ്. എല്ലാം രൂപക ഭാഷയിൽ ആലങ്കാരികമായിട്ട് തരുന്ന ദൈവിക ദർശനങ്ങളാണ്. ഓരോന്നും ഓരോ സിംബൽസാണ്, ഓരോ രൂപകങ്ങളാണ്, ഓരോ പ്രതിബിംബനങ്ങളാണ്. അത് ഈ പ്രവചനങ്ങളിലുള്ളതായ ഒരു പ്രത്യേകതയാണ്. വെളിപ്പാട് പുസ്തകം പോലെ തന്നെയുള്ളൊരു പ്രവചന ഗ്രന്ഥമാണ് ദാനിയേലിൻ്റെ പ്രവചനം. ദാനിയേൽ പ്രവാചകന് കിട്ടിയ ദർശനങ്ങളും അതും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. 11-ാം അധ്യായം 3-ാം ലോകമഹായുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. 3-ാം ലോകമഹായുദ്ധത്തിൽ ഏതെല്ലാം മഹാശക്തികളാണ് എതിരിടുന്നതെന്നും എവിടെ വെച്ചാണ് യുദ്ധം നടക്കുന്നതെന്നും എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നതെന്നും എല്ലാം വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം. വെളിപ്പാട് പുസ്തകത്തിൽ അതുപോലെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി വിവരിച്ചു തരികയാണ്. എല്ലാം അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നവയാണ് താനും. ദൈവത്തിന് സ്തോത്രം. ഈ 2-ാം അധ്യായത്തിൽ നാം 7 സഭകൾക്കുള്ള ദൂത് തുടങ്ങുന്നു. 3-ാം അധ്യായത്തിൽ അത് പര്യവസാനിക്കുന്നു. 2-3 അധ്യായങ്ങളിൽ 7 സഭ, ആസിയയിലെ 7 സഭകൾക്കുള്ള ദൂതാണ്. ആസിയയിലെ 7 സഭകൾ. ഈ 7 സഭകൾ അന്ന് ഏഷ്യാമേഖലയിലുണ്ടായിരുന്ന 7 സ്ഥലങ്ങളാണ്. ആ സ്ഥലത്തുള്ള സഭകളാണ് സ്ഥലം സഭകൾ. ഇന്ന് നാം യാക്കോബായ സഭയെന്നോ ഓർത്തഡോക്സ് സഭയെന്നോ കത്തോലിക്ക സഭയെന്നോ പറയുന്ന പോലത്തെ സഭകളല്ല. സഭ ക്രിസ്തു കേന്ദ്രമായ സഭ തന്നെ. പക്ഷേ അതായത് പ്രാദേശികമായ കൂടിവരവുകൾ കാണുന്ന സഭ എന്ന് പറയുന്നത്. ആസിയയിലെ 7 സഭകൾ, അവിടെ എഫേസോസിൽ അന്ന് ദൈവമക്കൾ കൂടി വരുന്ന ഒരു സഭയുണ്ടായിരുന്നു. ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. അവിടെ സഭകൾ തമ്മിൽ ഭിന്നാഭിപ്രായമൊന്നുമില്ല, ഏതെങ്കിലും ഉപദേശപരമായ വ്യത്യാസമില്ല. എഫേസോസിലെ സഭ, സ്മുർനായിലെ സഭ, പെർഗമോസിലെ സഭ, തൊയ്ഥേരിലെ സഭ, സർദീസിലെ സഭ, ഫിലഡൽഫിയയിലെ സഭ, ലവോദിക്ക സഭ. ഈ 7 സഭകളും ഒന്ന് ആ കാലത്തുണ്ടായിരുന്ന 7 സഭകളുടെ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നു. 2, ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ ഓരോ കാലത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒന്നിനൊന്ന് ചരിത്രപരമായി തന്നെ സംവീക്ഷണം ചെയ്ത് നമുക്ക് അത് പരാമർശിച്ച് നമുക്ക് കാണിച്ചു തരുന്നു. ദൈവത്തിന് സ്തോത്രം. നാം എഫേസോസ് സഭയ്ക്കുള്ള ദൂത് വായിച്ചു, ചിലതെല്ലാം നാം മനസ്സിലാക്കി. സ്മർണ സഭയ്ക്കുള്ള ദൂത് നാം കുറച്ചെല്ലാം മനസ്സിലാക്കി. പെർഗമോസ് സഭയ്ക്കുള്ള ദൂതാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 4-ാം നൂറ്റാണ്ടിൽ സഭയിൽ അതുണ്ടായിരുന്ന പീഡകൾക്ക് ഒരറുതി വന്നു. ദിശ ശമിച്ചു എന്നല്ല, പീഡകൾക്ക് ഒരു ശമനം വന്നു. അതുവരെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ചാകുക എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്ത്യാനി ദൈവത്തെ സേവിക്കുന്നു പറഞ്ഞാൽ അവന് ജീവിക്കാൻ അവകാശമില്ല. ദൈവത്തെ സേവിക്കുന്നു, ദൈവത്തെ അനുസരിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു പറയുന്നത് വലിയൊരു കുറ്റകൃത്യമായിട്ടാണ് അന്നത്തെ ഭരണകർത്താക്കൾ കണ്ടിരുന്നത്.
അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മരിക്കുക തന്നെ. അന്ന് ഭരിച്ചിരുന്ന ചക്രവർത്തി, അന്ന് റോമൻ സാമ്രാജ്യത്തിൻ്റെ കൊടികുത്തി വാഴുന്ന കാലമാണ്. അന്ന് ഭരിച്ചിരുന്ന ചക്രവർത്തി പറഞ്ഞു, ഞാനാണ് ദൈവം, ഞാനാണ് ദൈവം, എന്നെ ആരാധിപ്പിനെന്ന് പറഞ്ഞു. ഈ റോമിലെ സീസർ ചക്രവർത്തിമാരെല്ലാവരും പീഡകന്മാരായിരുന്നു. ഒരു നീറോ ചക്രവർത്തിയുടെ കാലത്തായപ്പോൾ നീറോ ചക്രവർത്തിക്ക് ഒരു വ്യക്തമായ ബോധ്യം കിട്ടി. ഈ ക്രിസ്ത്യാനികൾ അവർ രഹസ്യമായി കൂടി ശരീരരക്തങ്ങൾ ഭക്ഷിക്കുന്നു, രഹസ്യമായി കൂടി ശരീരരക്തങ്ങൾ ഭക്ഷിക്കുന്നു. ശരീരരക്തങ്ങൾ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മനുഷ്യനെ കൊല്ലുമല്ലോ. ആരെയെല്ലാമോ കൊന്ന് ശരീരവും രക്തവും ഭക്ഷിക്കുകയാണ് എന്ന് ഒരു ധാരണ നീറോ ചക്രവർത്തിക്കുണ്ടായി. ചക്രവർത്തിയുടെ പിന്നെ ആളുകൾ ചക്രവർത്തിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചക്രവർത്തി ക്രിസ്ത്യാനിയോട് വലിയ വൈരാഗ്യമുണ്ടായി. ഇവർ മനുഷ്യരെ പിടിച്ച് കൊല്ലുന്നവരാണ്, അവരുടെ മാംസം പച്ചനെ തിന്നുന്നവരാണ്, മനുഷ്യരുടെ രക്തം കുടിക്കുന്നവരാണ് എന്ന് ഒരു കിംവദന്തി പരത്തി. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അത്ര നിഷ്ഠൂരന്മാരാണെന്നും കൊലയാളികളാണെന്നുള്ള ചിത്രം മനുഷ്യരുടെ ഹൃദയത്തിൽ വേരോടി. വലിയ നാശനം ചെയ്തു. അനേകരെ ക്രിസ്ത്യാനികളെ അങ്ങനെ പീഡിപ്പിക്കാൻ തുടങ്ങി. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലുക തന്നെയാണ് ഏറ്റവും രാജാവിന് ഹിതമെന്നും രാജാവിന് ഇഷ്ടമെന്നും രാജാവിന് പ്രസാദമെന്നും അവർക്ക് മനസ്സിലായി. അങ്ങനെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു. 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭമായപ്പോൾ ഒരു സംഭവം ഉണ്ടായി. അന്നത്തെ ചക്രവർത്തി കോൺസ്റ്റൻറ്റൈൻ അദ്ദേഹം ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു. ആ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ സൈന്യം തോൽക്കുമെന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ, എങ്ങനെ ജയിക്കേണ്ടുവെന്ന് അമ്പരം നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി ഹെല്ലി രാജ്ഞി വന്ന് പറഞ്ഞു, ഈ യുദ്ധം ജയിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് സ്വപ്നത്തിൽ ഒരു ദൈവിക അരുളപ്പാടുണ്ടായി. എനിക്ക് ഒരു കുരിശിൻ്റെ രൂപം എൻ്റെ മുമ്പിൽ ദൈവം കാണിച്ചു തന്നു. ആ കുരിശിനെ ആസ്പദമാക്കി, കുരിശിനെ കേന്ദ്രീകരിച്ച്, കുരിശിനെ ആശ്രയിച്ച് യുദ്ധം നടത്തുമ്പോൾ നിങ്ങൾക്ക് ജയിക്കാം എന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ചക്രവർത്തി ആ കുരിശിനെ വ്യക്തമായി കണ്ടുകൊണ്ട് ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് സൈന്യത്തെ അങ്ങനെ പരിശീലിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിന് വേണ്ടിയാണ് നിരത്തി. ആ യുദ്ധത്തിൽ ജയിച്ചു. അതോടുകൂടി ക്രിസ്ത്യാനികളുടെ പ്രത്യേക ചിഹ്നമായ, പ്രത്യേക അടയാളമായ കുരിശ് അത് ഒരു ഹീനവസ്തു അല്ല, ഒരു നിന്ദ്യമായ വസ്തു അല്ല, അത് പൂജനീയമായ ഒരു വസ്തുവാണ് എന്ന് നാടൊക്കെ പ്രസിദ്ധമാവുകയും ക്രിസ്ത്യാനികളുള്ളതായ അമർഷം തീർത്തും മാറുകയും ചെയ്തു. അതോടുകൂടി ക്രിസ്ത്യാനികൾക്ക് അതുവരെയുണ്ടായിരുന്ന പീഡകൾ കുറഞ്ഞു, അതുവരെയുണ്ടായിരുന്നതായ ഞെരുക്കങ്ങൾ കുറഞ്ഞു. അന്ന് ക്രിസ്ത്യാനികൾക്ക് മറ്റുള്ളവർ പോകുന്ന കടകളിൽ കയറാൻ പാടില്ല, ക്രിസ്ത്യാനികൾക്ക് ആരും സാധനം കൊടുക്കുകയില്ല. മറ്റുള്ളവർ പോകുന്ന ഏതെങ്കിലും വാഹനങ്ങൾ കയറാൻ പാടില്ല, അതിനും അവർക്ക് അവകാശമില്ല. എല്ലായിടത്തും അവർ നിഷേധിക്കപ്പെട്ടിരുന്നു. യാതൊരു സർക്കാർ ഉദ്യോഗം അവർക്ക് കിട്ടുമായിരുന്നില്ല, ഒരു ജോലിയും കിട്ടുമായിരുന്നില്ല. വളരെ അരിഷ്ടിച്ച് കഷ്ടിച്ച് വിഷമിച്ചായിരുന്നു അവരുടെ ജീവിതം. പക്ഷേ കുസ്തന്തീനോസ് ചക്രവർത്തി ക്രിസ്ത്യാനി ആയതോടുകൂടി എല്ലാം മാറി. ഒരു വലിയ ആപത്ത് അതിനകത്തുണ്ടായി. ചക്രവർത്തി ക്രിസ്ത്യാനിയായി തീർന്നു, പീഡകൾ മാറി. ചക്രവർത്തിയും മറ്റുള്ളവർ അംഗീകരിക്കുന്ന മതമാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് വന്നതോടുകൂടി അതുവരെ ഉണ്ടായിരുന്നതായ തീക്ഷ്ണത ക്രിസ്ത്യാനികൾ കുറഞ്ഞു. സാമ്പത്തികമായി പുരോഗതിയായി, സാമ്പത്തികമായി അംഗീകാരമായി, സമൂഹത്തിൻ്റെ മുമ്പിൽ നല്ല വിലയുള്ളവരായി തീർന്നു. പണ്ടുണ്ടായിരുന്ന നിന്ദയില്ല, ആക്ഷേപമില്ല, പരിഹാസമില്ല. അപ്പോഴുണ്ട് ക്രിസ്ത്യാനികൾ അവരുടെ വില കുറച്ച് കളഞ്ഞു. ആന്തരിക മൂല്യങ്ങൾ, ആത്മീയ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി. ആത്മീയമായ ശക്തി ക്ഷയിച്ചു പോയി. ഒരു വലിയ പാഠമാണത്. ചരിത്രം നൽകുന്നൊരു പാഠമാണ്. ചരിത്രത്തിൻ്റെ ഏടുകളിൽ തിളങ്ങി നിൽക്കുന്നൊരു പാഠമാണത്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ എല്ലാം തികഞ്ഞു എന്ന് തോന്നുന്ന സമയമുണ്ടല്ലോ, അത് നമ്മുടെ കഷ്ടകാലമാണ്. ഓർത്തുകൊള്ളണം. ആത്മീയമായി അധപതിക്കുക ഒരു സംശയമില്ല. ഏതെങ്കിലും ചില മുള്ളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാം. എന്തെങ്കിലും മുള്ളുകൾ, ഏതെങ്കിലും തരത്തിലുള്ളതായ വേദന വിഷയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ആർക്കും നമ്മെ വേണ്ടായെന്ന് തോന്നുന്നൊരു സ്ഥിതി വരികയാണെങ്കിൽ, പലരും നമ്മെ തെറ്റിദ്ധരിക്കുമ്പോൾ, നമുക്ക് നമ്മെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുമ്പോൾ, അപ്പോഴെല്ലാം നമുക്ക് കർത്താവിൽ ആശ്രയമുണ്ട്, പിടിച്ചു നിൽക്കും. കർത്താവ് നീ ഇല്ലാതെ എനിക്ക് ആരുമില്ല എന്നുള്ള ഒരു ഡിപ്പെൻഡൻസ്, കർത്താവിലുള്ളതായ ആശ്രയം നമുക്ക് വരും.
എന്നാൽ എല്ലാം ശരിയായി, എല്ലാവർക്കും ബഹുമാന്യ പുരുഷനാണ്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ബഹുമാന്യനാണ്, എല്ലാവർക്കും ആദരണീയനാണ്, എല്ലാവർക്കും ബഹുമാനമാണ്, എല്ലാവർക്കും അംഗീകാരമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ, ഒന്നിനും പഞ്ഞമില്ല എന്ന് വരുമ്പോൾ ക്രിസ്ത്യാനി അവൻ്റെ ആത്മീയ വീര്യം നഷ്ടപ്പെടുത്തി കളയും. അതാണ് ചരിത്രം നൽകുന്ന പാഠം. അങ്ങനെ വിശ്വാസികൾക്ക് അതുവരെ ഉണ്ടായിരുന്നതായ ആ കരുത്ത് ചോർന്നുപോയി. ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും മുട്ടില്ലാതിരിക്കുമ്പോൾ നാം ഭയപ്പെടണം. ഒന്നിനും മുട്ടില്ലാതിരിക്കുമ്പോൾ രോഗമൊന്നുമില്ല, ആവശ്യത്തിന് പൈസയൊക്കെ ഉണ്ട്, അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട്, ജീവിക്കാൻ മാർഗമുണ്ട്, മക്കളുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, കുഴപ്പമില്ല, സാമാന്യ നല്ലൊരു വീടുമുണ്ട്, വെൽ ആൻഡ് ഗുഡ്, നല്ലത്. അങ്ങനെ വരുമ്പോൾ അപ്പോഴാണ് നാം ഭയപ്പെടേണ്ടത്. ആത്മാവിൽ നാം ക്ഷയിച്ചു പോകാൻ ധാരാളം സാധ്യതകളുണ്ട്. ആത്മാവിൻ്റെ വീര്യം കെട്ടുപോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആത്മാവിലല്ല എന്നൊന്നും മനസ്സിലാവുകയുമില്ല. അതാണ് വേറെ വലിയ കുഴപ്പം. നമുക്ക് പുറമേയുള്ള പാവങ്ങളൊന്നുമില്ല, പുറമേയുള്ള വൃത്തികേടിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ തന്നെയാണെന്നാണ് നാം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സുഭിക്ഷത വരുമ്പോൾ, സമ്പത്ത് വരുമ്പോൾ, ലോകത്തിൻ്റെ മാന്യത ലഭിക്കുമ്പോൾ, ലോകത്തിൻ്റെ അംഗീകാരം ലഭിക്കുമ്പോൾ, അപ്പോൾ നാം ഭയപ്പെടണം. അപ്പോഴാണ് ആത്മാവ് ചോർന്നു പോകുന്നത്. ആത്മാവ് ലോകപ്രതാപത്തിൻ്റെ ആഡംബര ഐശ്വര്യങ്ങളിൽ അല്പം പോലും താല്പര്യമുള്ളതല്ല ദൈവത്തിൻ്റെ ആത്മാവ്. ഞാൻ ലോകത്തിൽ നിങ്ങളെ തിരഞ്ഞെടുത്താണ് കർത്താവ് പറയുന്നത്. ലോകത്തിൽ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ ലോകക്കാരല്ല, ലോകത്തിൽ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ലോകം നിങ്ങളെ പഴിക്കുന്നെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. കർത്താവ് പറഞ്ഞു, ലോകം നിങ്ങളെ പഴിക്കുന്നെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. യോഹന്നാൻ 15 അധ്യായം വായിക്കുമ്പോൾ കാണാം, ലോകം നിങ്ങളെ പഴിക്കുന്നെങ്കിൽ നിങ്ങൾ ഒട്ടും ആശ്ചര്യപ്പെടരുത്. അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പഴിച്ചിരിക്കുന്നു നിങ്ങൾ അറിവീൻ. എന്നെ ലോകം പഴിക്കുകയല്ലേ ചെയ്തത്, എന്നെ ലോകം തെറ്റിദ്ധരിക്കുകയല്ലേ ചെയ്തത്. ഞാനേതെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഞാൻ കുരിശേറിയത്? 2 കൊലയാളികളുടെ മധ്യത്തിൽ അവരിൽ ഒരാളെ പോലെ എന്നെ ഒരു കുരിശിൽ തൂക്കി. കാണുന്നവരെല്ലാം ബഹുജനങ്ങൾ ഇവനും കൊലയാളിയാണെന്ന് വിചാരിച്ചു, എന്തോ വലിയ അക്രമം ചെയ്ത ആളാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ക്രൂശിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നമുക്ക് തരുന്ന പാഠം അതാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം കരുതിക്കൊള്ളുക, ജീവിതത്തിൽ ലോകത്തിൻ്റെ ഒരു ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു സ്വാധീനം തമ്മിൽ വന്നാൽ നാം ആത്മാവിൽ ക്ഷയിച്ചു. ലോകത്തിൻ്റെ പ്രതാപം, ലോകത്തിൻ്റെ മഹിമ, ലോകത്തിൻ്റെ അംഗീകാരം, ലോകമനുഷ്യരുടെ പ്രീതി, ഇതേതെങ്കിലും വന്നു കഴിഞ്ഞാൽ നാം ക്ഷയിച്ചു എന്ന് വ്യക്തമാണ്. നേരെ മറിച്ച് ലോകം നിങ്ങളെ പഴിക്കുമ്പോൾ അതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പഴിച്ചിരിക്കുന്നു അറിവീൻ. ഞാൻ നിങ്ങൾ ലോകത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ലോകം നിങ്ങളെ പഴിക്കുന്നു. ഞാൻ നിങ്ങൾ ലോകത്തിന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതൊരു വലിയ മർമ്മമാണ്. അനേകം ആളുകൾക്കും പറ്റിയിരിക്കുന്ന ഒരു അപകടം ലോകവുമായിട്ടുള്ള ആ ബന്ധമാണ്, ലോകത്തോടുള്ളതായ ആസക്തിയാണ്, ലോകത്തിൽ മാന്യത വേണമെന്നുള്ളതായ ആഗ്രഹമാണ്, എന്നെക്കുറിച്ച് നല്ലതേ പറയാവൂ എന്നുള്ളതായ ആഗ്രഹമാണ്, എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമേ പറയാവൂ എന്നുള്ളതായ ഒരു ആഗ്രഹമാണ്. ആ ജീവിതത്വരയിൽ, ആ ആഗ്രഹത്തിൽ വലിയ പാവം മറിഞ്ഞു കിടക്കുന്നുണ്ട്. അത് മഹത്വാകാംക്ഷ എന്നൊക്കെ നല്ല വാക്ക് പറയും, മഹത്വാകാംക്ഷ. അങ്ങനെ ഒരിക്കലും നമുക്ക് മഹത്വാകാംക്ഷ വരാൻ പാടില്ല, ഒരിക്കലും വരാൻ പാടില്ല. ലോകത്തിന് മുമ്പിൽ ഞാൻ അംഗീകരിക്കപ്പെടാൻ ഒരിക്കലും നാം ആഗ്രഹിച്ചു പോകരുത്. നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം എനിക്ക് സ്വന്തമായി അതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങൾ ലോകത്തിൽ തിരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. 15 അധ്യായത്തിൽ നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവിൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലോകം എന്ന് നമ്മെ പകയ്ക്കുകയുള്ളൂ, ലോക മനുഷ്യർ നമ്മെ വെറുക്കുകയുള്ളൂ. ലോകമനുഷ്യർക്ക് നമ്മുടെ ആശയങ്ങളൊന്നും അവർക്ക് രുചിക്കുകയില്ല, നമ്മുടെ ചിന്താഗതികൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുകയില്ല. ഈ പ്രതാപത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ലോക ബഹുമതിയുടെയും പിന്നാലെ പാഞ്ഞു പോകുന്ന മനുഷ്യനെ അവന് ഒരിക്കലും, ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് പോകുന്ന മനുഷ്യനെ ഒരിക്കലും ദൈവമക്കളുമായി യോജിച്ചു പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു. സമാധാനം വരുത്തുവാനല്ല ഞാൻ വന്നത്, തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, കലക്കം അത്രേ ഞാൻ വരുത്തുവാൻ വന്നിരിക്കുന്നു. കർത്താവ് പറയുകയാണ്, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, സമാധാനം വരുത്തുവാൻ വന്നത് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. ദൈവത്തിന് സ്തോത്രം. വാളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഇത്, ഈ ഭൂമിയിൽ നോക്ക് എന്നും വാളുണ്ട്, എന്നും ഒന്ന് മാറി പ്രശ്നങ്ങളുണ്ട്. ഒരു വീട്ടിൽ തന്നെ ക്രിസ്തുവിനെ അനുസരിക്കുന്നവരും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്കും അവർക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാത്തവരുടെ പ്രീതി കിട്ടുകയില്ല. ഒരു വീട്ടിൽ തന്നെ ക്രിസ്തുവിൽ വിശ്വാസമുള്ള ഇല്ലാത്തവർ
ഒരു വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ദൈവമക്കൾ വചനം പറയുന്നതോ വചനം കേൾക്കുന്നതോ അല്ലെങ്കിൽ വചനം ടി വിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നതോ പാട്ട് പാടുന്നതോ അവർക്ക് ഇഷ്ടമല്ല. പ്രാർത്ഥിക്കുന്നത് പോലും ഇഷ്ടമല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു സ്ഥലത്ത് നിങ്ങൾ ഓർക്കുമായിരിക്കും, ആർ.എ. ടോറി എന്ന് പറയുന്നൊരു യുവാവ് ഉണ്ടായിരുന്നു. അവന് പ്രാർത്ഥന ഇഷ്ടമല്ല. അവൻ്റെ അമ്മ പ്രാർത്ഥിക്കും, അവൻ പ്രാർത്ഥിക്കില്ല. അമ്മ പറയും, മോനെ പ്രാർത്ഥിക്കുക, നീ എന്താ ഇങ്ങനെ ദൈവവിശ്വാസമില്ലാതെ പോയത്? എനിക്ക് കേൾക്കണ്ട ഈ വേദാന്തമൊന്നും, എന്നോടൊന്നും പറയണ്ട. ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കിതൊന്നും കേൾക്കണ്ട. അമ്മ അവനോട് കെഞ്ചി പറയും, എൻ്റെ മോനെ ദൈവം ഇല്ലെങ്കിൽ നമുക്ക് ആരാ ഉള്ളത്? മോനെ നീ ദൈവത്തെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അവൻ തെല്ലും കൊട്ടാക്കിയില്ല. യൗവനമല്ലേ, യൗവനം ഒരു വനം തന്നെയാണ്. വനം, അനേകം കാട്ടുമൃഗങ്ങളുള്ളൊരു വനം, അതാണ് യൗവനം. ഈ യൗവനകാലത്ത് സിംഹത്തിൻ്റെ പരാക്രമമുണ്ട്, പുള്ളിപ്പുലിയുടെ വീര്യമുണ്ട്, കടുവയുടെ ശൗര്യമുണ്ട്, പ്രിയപ്പെട്ടവരെ ചെന്നായിൻ്റെ കൊളുത്താത്ത മാംസദാഹമുണ്ട്. ഇതെല്ലാം ഉള്ളതാണ് ഈ കാടെന്ന് പറയുന്നത്, വനം. യൗവനം ഒരു വനമാണ്. ആ വനത്തിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും തന്നെ താഴാൻ സാധിക്കുകയില്ല, വിനയപ്പെടാൻ സാധിക്കുകയില്ല. അവനമ്മയ്ക്ക് വഴങ്ങിയില്ല. അവനവസ്ഥ പറഞ്ഞു, എനിക്ക് ഏതാണെന്ന് കേട്ട് മടുത്തു, ഞാൻ പോവുക. അവൻ പറഞ്ഞു, ഞാൻ പോവുക, ഞാൻ വീട്ടിൽ നിന്ന് പോവുക. അമ്മ കരഞ്ഞു, എൻ്റെ മോനെ നീ പോവല്ലേ, അല്ല എനിക്ക് കേൾക്കാൻ വേണ്ട, എനിക്ക് ഈ വലിയ ഭക്തിയൊന്നും എനിക്ക് വേണ്ട. എന്തോ അവന് പിശാച് കയറി, ദുരാത്മാവല്ലേ ഓരോരുത്തരും വലിച്ചുകൊണ്ട് പോകുന്നത്. അമ്മ പറഞ്ഞു, മോനെ ശരി നീ പോവുകയാണല്ലോ, എപ്പോഴെങ്കിലും ജീവിതത്തിൽ വഴിമുട്ടിപ്പോകുന്ന സമയത്ത് ഒരു പ്രശ്നം വരുമ്പോൾ, നീ വല്ലാതെ വിഷമിക്കുന്ന സമയം വരുമ്പോൾ നീ പറയണം, എൻ്റെ അമ്മയുടെ ദൈവമേ നീ എന്നെ രക്ഷിക്കണമേ എന്ന്. ദൈവം നിന്നെ രക്ഷിക്കും. എൻ്റെ അമ്മയുടെ ദൈവമേ നീ എന്നെ രക്ഷിക്കണമേ എന്ന്. ഇവൻ പോയി ലോകത്തിൻ്റെ പ്രതാപത്തിൽ, ലോകത്തിൻ്റെ സന്തോഷങ്ങളിൽ, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളിൽ, മോഹങ്ങളിൽ എല്ലാം കുടുങ്ങി വലഞ്ഞു. അവൻ തകർന്നു. മനസ്സമാധാനം കിട്ടിയില്ല. മദ്യം മനസ്സമാധാനം തരികയില്ലല്ലോ, കൊള്ളരാത്ത അഴുക്ക് ബന്ധങ്ങൾ സമാധാനം തരികയില്ലല്ലോ. ക്ഷണികമായൊരു സന്തോഷമല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോൾ പിന്നെ നിരാശയാണ്. അത് കഴിയുമ്പോൾ അയ്യോ വേണ്ടായിരുന്നുള്ള തോന്നലാണ്. ദിവസം പ്രതി അവനങ്ങനെ മനസ്സ് ക്ഷയിച്ച് വന്നു. ഒരവസ്ഥ അവന് തോന്നി, ജീവിക്കേണ്ട കാര്യമില്ല, എന്തിനു ജീവിക്കണം, എന്തിനു ആർക്ക് വേണം ഞാൻ ജീവിക്കണം, നിർബന്ധം ആർക്കാ? എൻ്റെ അമ്മ ഏതായാലും പ്രാർത്ഥനയും നമസ്കാരമൊക്കെ ആയിട്ട് കഴിയുന്നു, അങ്ങോട്ട് തിരിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് ജീവിക്കണമെന്നില്ല, മരിച്ചു കളയാം. അവൻ മരിക്കാനായിട്ട് നിറതൊക്കെ എടുത്തു. പക്ഷേ അത് കാഞ്ചി വലിക്കുന്നതിന് മുമ്പ് അവനെങ്ങനെ ഓർത്തു, അമ്മ ഒരു വാക്ക് പറഞ്ഞല്ലോ, എൻ്റെ അമ്മയുടെ ദൈവമേ എന്നെ നീ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ, അങ്ങനെ പ്രാർത്ഥിച്ച് നോക്കാം. അവൻ എഴുതുന്നുണ്ട്, എൻ്റെ അമ്മയുടെ ദൈവമേ ഞാനിപ്പോൾ ഒരു ശൂന്യതയിലായിരിക്കുകയാണ്, എനിക്ക് മനസ്സിന് സ്വസ്ഥതയില്ല, നീ എന്നെ രക്ഷിക്കണമേ. വീണ്ടും അവൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ ദൈവമേ നീ എന്നെ രക്ഷിക്കണമേ, എൻ്റെ അമ്മയുടെ ദൈവമേ നീ രക്ഷിക്കണമേ. എന്തൊരു അത്ഭുതം! അവൻ്റെ മനസ്സിലേക്ക് ഒരു സമാധാനം ഇങ്ങനെ ഇരച്ചു കയറി വന്നു. ഉള്ളത്തിലുണ്ടായിരുന്ന നിരാശയെല്ലാം പെട്ടെന്ന് മാറിപ്പോയി, നിരാശയെല്ലാം മാറി. മനസ്സിൽ വലിയൊരു പ്രകാശം വന്നതുപോലത്തെ അനുഭവമായി. മ്ലാനത മാറി, ആകുലം മാറി. ജീവനുള്ള ദൈവത്തിൻ്റെ കൃപ ആ അമ്മയുടെ പ്രാർത്ഥനയിൽ കൂടിയും അങ്ങനെ പിന്നാലെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്നൊരമ്മ അതൊരു അനുഗ്രഹമാണ്, പ്രാർത്ഥിക്കുന്നൊരപ്പൻ അതൊരു അനുഗ്രഹമാണ് മക്കൾക്ക്, പ്രാർത്ഥിക്കുന്ന മക്കൾ മാതാപിതാക്കൾക്ക് അനുഗ്രഹമാണ്. ഈ അമ്മയുടെ പ്രാർത്ഥന ആ മകനെ പിന്തുടർന്നുകൊണ്ടിരുന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹമല്ലേ കടന്നു വന്നു, ആ സമാധാനം അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അവന് രേങ്ങലടിച്ച് കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞു അവൻ തിരികെ വീട്ടിലെത്തി. അമ്മയെടുക്ക വന്നു, അമ്മയെടുക്ക വന്നു, അമ്മയ്ക്ക് കീഴടങ്ങി. അമ്മ വിധവയായിരുന്നു, അമ്മയ്ക്ക് കീഴടങ്ങി അവൻ ജീവിച്ചു. ഈ ആർ.എ. ടോറി അദ്ദേഹം പറഞ്ഞു, പ്രേ ഫോർ ഗ്രേറ്റ് തിങ്സ്, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ്, വർക്ക് ഫോർ ഗ്രേറ്റ് തിങ്സ് ആൻഡ് പ്രേ ആൻഡ് പ്രേ ആൻഡ് പ്രേ എവർ മോർ. എന്താണ് എൻ്റെ അർത്ഥം? പ്രേ ഫോർ ഗ്രേറ്റ് തിങ്സ്, വലിയവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ്, വലിയവ പ്രതീക്ഷിക്കുക. വർക്ക് ഫോർ ഗ്രേറ്റ് തിങ്സ്, വലിയവയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. ആൻഡ് പ്രേ ആൻഡ് പ്രേ ആൻഡ് പ്രേ എവർ മോർ, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആർ.എ. ടോറി പറഞ്ഞ വാക്കാണ്. നമുക്കൊരു പാഠമാണത്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കൊത്തോണം പോയെങ്കിലും, ലോകത്തിൻ്റെ മാന്യതയ്ക്കൊത്തോണം ജീവിച്ചെങ്കിലും, ലോകത്തിൻ്റെ ബഹുമതിക്ക് വേണ്ടി നാം വളരെ താല്പര്യപൂർവ്വം ആഗ്രഹിച്ചെങ്കിലും, ഇതെല്ലാം ഉണ്ട്, ലോകത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി നമ്മുടെ ഹൃദയം ദാഹിച്ചെങ്കിലും, എങ്കിലും ദൈവത്തിൻ്റെ കൃപയെന്ന് വേണമെന്ന് ആഗ്രഹിക്കുമെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യം എനിക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അതിന്
തരംതിരിവില്ല, തരഭേദമില്ല ആർക്കും. അതിന് പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല, പശ്ചാത്തലവും ആവശ്യമില്ല, അതിന് തിയോളജിക്കൽ ഡിഗ്രി വേണമെന്നില്ല, വേദവസ്തു പരിജ്ഞാനം വേണമെന്നുമില്ല, വേദവസ്തു മുഴുവൻ വായിച്ചിരിക്കണമെന്നുമില്ല. ആകെ വേണ്ടത് എന്നെ സ്നേഹിക്കുന്ന യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ മരിച്ച് മൺമറഞ്ഞു പോയ ദൈവമല്ല, എവർ ലിവിങ്. എന്നെ സ്നേഹിക്കുന്നു യേശു, ആൻഡ് എവർ ലവിങ്. എന്നെ എപ്പോഴും സ്നേഹിക്കുന്നു യേശു. എവർ ലിവിങ് ആൻഡ് എവർ ലവിങ് ക്രൈസ്റ്റ്. ക്രിസ്തു എപ്പോഴും ജീവിക്കുന്നു, എപ്പോഴും എന്നെ സ്നേഹിക്കുന്നു. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ക്രിസ്തുവാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഞാൻ വീണ്ടും പറയുന്ന, ഒരു കൂട്ടായ്മയല്ല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. കൂട്ടായ്മയിൽ വചനം പറയും ദൈവങ്ങൾ ആരുമല്ല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് പ്രിയപ്പെട്ടവരെ. കൂട്ടായ്മയല്ല, ഒരു സഭയുമല്ല, ഒരു പരിശുദ്ധനുമല്ല, ഒരു കപടവുമല്ല, സ്തോത്രം, ഒരു പുണ്യവസ്തുവുമല്ല, വിശുദ്ധൻ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും കഷ്ണമല്ല. ഇതൊന്നുമല്ല രക്ഷ തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിന്തിച്ച്, കന്യാമറിയാൻ എന്തോ ഒരു ഇടക്കെട്ടാണുണ്ടായിരുന്നത്, എന്തുമാത്രം, കുറച്ചും കല്ലായിരുന്നു, എന്തുമാത്രം. എല്ലാ പള്ളികളിലേക്കും കൊടുത്തയക്കാൻ പാകത്തിന് ഇടക്കെട്ടുണ്ടായിരുന്നു കന്യാമറിയാന്, അത് പഴകാതിരിക്കുന്നതിനും. ഈ വിഡ്ഢിത്തമെല്ലാം കേട്ട് അപകടത്തിൽ പോകുന്ന എന്തുമാത്രം ആളുകളാണ് ഉള്ളത്. പരിശുദ്ധ കന്യാമറിയാമിൻ്റെ ശരീരത്തിൽ ഇടക്കെട്ടുണ്ടായിരുന്നെന്നും അത് ഉയിലേക്ക് ഇട്ടുവിട്ട് പോയി എന്നും അതിൻ്റെ ഓരോ കഷ്ണങ്ങളെടുത്ത് ഓരോ പള്ളിക്കും കൊടുത്തു എന്നൊക്കെയുള്ള ചിന്താഗതികൾ എത്ര മൗഢ്യമാണ് പ്രിയപ്പെട്ടവരെ. അതൊന്നല്ല രക്ഷ തരുന്നത്. കേൾക്കൂ, രക്ഷ തരുന്നത് ക്രിസ്തു മാത്രം, യേശു ക്രിസ്തു മാത്രം. ഒരു വിശുദ്ധനെ നിങ്ങൾക്ക് രക്ഷ തരികയില്ല, ഒരു പരിശുദ്ധന് രക്ഷ തരികയില്ല, ഒരു പുണ്യവാളിനെ രക്ഷ തരികയില്ല. രക്ഷ തരുന്നത് ക്രിസ്തു മാത്രം. ക്രിസ്തുവിനെ നോക്കുക, ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിനെ ആശ്രയിക്കുക, ക്രിസ്തുവിനെ വിളിച്ച് അപേക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു നമ്മുടെ കേന്ദ്രമായിരിക്കട്ടെ, ക്രിസ്തു മാത്രം നമ്മുടെ അടിസ്ഥാനമായിരിക്കട്ടെ. ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചുള്ളൊരു ജീവിതം, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം, ക്രൈസ്റ്റ് സെൻറ്റേഡ് ലൈഫ്. ദൈവത്തിന് സ്തോത്രം. ക്രൈസ്റ്റ് സെൻറ്റേഡ് ആയിരിക്കണം, ക്രിസ്തു കേന്ദ്രീകൃതമായൊരു ജീവിതമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നാം ലോകക്കാരായിരിക്കാൻ പാടില്ല, ലോകത്തിൻ്റെ ഗതികൾക്കൊത്തോണം പോകാൻ പാടില്ല, ലോകത്തിൻ്റെ ചിന്താഗതികൾക്കൊത്തോണം ചാഞ്ചാടിപ്പോകാൻ പാടില്ല, ലോകത്തിൻ്റെ ബഹുമതിക്ക് വേണ്ടി ആഗ്രഹിക്കാൻ പാടില്ല, ലോകത്തിൻ്റെ ആഡംബരങ്ങളിൽ മുഴുകിപ്പോകാൻ പാടില്ല, ലോകത്തിൻ്റെ ആഡംബര ഭ്രമങ്ങളിൽപ്പെട്ട് നാം വലഞ്ഞു പോകാനിട വരരുത്. നാം നല്ലതിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുക, നല്ലതിനു വേണ്ടി, നിത്യജീവന് വേണ്ടി ആഗ്രഹിക്കുക. നിത്യജീവൻ ക്രിസ്തു തരും. ദൈവത്തിന് സ്തോത്രം. അന്ന് സഭകളിൽ അത്രയും ഒരു വലിയ സ്വീകാര്യം ലഭിച്ചപ്പോൾ, അംഗീകാരം ലഭിച്ചപ്പോൾ സഭയ്ക്ക് ക്ഷയമുണ്ടായി, സഭയ്ക്ക് അധപതനമുണ്ടായി. നാം ഓർത്തുകൊള്ളുക, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ, ഒരുപക്ഷെ നാം പ്രാർത്ഥിച്ച വിഷയമായിരിക്കാം, പക്ഷേ ഒരു അനുഗ്രഹം കിട്ടിയെങ്കിൽ അതിൽ നാം പ്രശംസിച്ചു പോകരുത്, അതിൽ നാം നിഗളിച്ചു പോകരുത് ഒരിക്കലും. നമുക്ക് ലഭിച്ചതല്ലാതെ ഒന്നും നോക്കിയില്ല. സത്യം നിങ്ങൾ വിശ്വസിക്കുക, ലഭിച്ചതല്ലാതെ ഒന്നും നോക്കിയില്ല. കർത്താവ് തന്നാലേ ആരോഗ്യമുള്ളൂ, കർത്താവ് തന്നാലേ ആയുസ്സുള്ളൂ, കർത്താവ് തന്നാലേ ആഹാരത്തിന് മാർഗമുള്ളൂ, കർത്താവ് തന്നാലേ മക്കളുള്ളൂ, കർത്താവ് തന്നാലേ മാതാപിതാക്കളുള്ളൂ. യേശു തമ്പുരാൻ തന്നിട്ടല്ലാതെ ഒരു നന്മയുമില്ല. സകല നന്മയും യേശുവിൽ നിന്ന് പുറപ്പെടുന്നു. മറക്കരുത്, ക്രിസ്തുവിൽ ആശ്രയിക്കുക, ക്രിസ്തുവിനെ മാത്രം ആശ്രയിക്കുക, ക്രിസ്തുവിന് മാത്രം നിങ്ങളുടെ ഹൃദയം തുറക്കുക. ക്രിസ്തുവിനോട് നിങ്ങൾ വാക്ക് പറയുക, കർത്താവേ വേണ്ട എനിക്ക് ലോക ഇമ്പം, വേണ്ട എനിക്ക് കർത്താവേ ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ യേശു മതി. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിനോട് പറയുക, കർത്താവേ ഈ നിമിഷം മുതൽ ഞാൻ പഴയ ആളായിരിക്കുകയില്ല, എൻ്റെ കർത്താവേ പഴയ ആളായിരിക്കില്ല, നീ ഇങ്ങോട്ട് വന്നയാളായിരിക്കില്ല തിരികെ പോകുന്നത്. സമാധാനം പ്രാപിച്ചുകൊണ്ട്, ക്രിസ്തുവിനെയും വഹിച്ചുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ദാസനായി, ക്രിസ്തുവിൻ്റെ ദാസിയായി, ക്രിസ്തുവിൻ്റെ അടിമയായി ഈ നിമിഷം മുതൽ ഞാൻ ജീവിക്കും. കർത്താവേ യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണം എന്നുള്ളത് മാത്രമായിരിക്കും എൻ്റെ ഒരേ ഒരു ഉദ്ദേശം, വേറെ ഒന്നില്ല. കർത്താവേ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരും, ആത്മാവ് നിങ്ങളുടെ മേൽ പറന്നിറങ്ങും. ഹല്ലേലൂയ. വെള്ളപ്പറാക്കൾ പറന്നിറങ്ങി നിങ്ങളുടെ ചുറ്റും വട്ടമിട്ട് പറന്ന് നിങ്ങളുടെ മേൽ ആവസിക്കും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കുന്ന മനോഹരമായ അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആത്മാവിൽ തുള്ളും, ആത്മാവിൽ നൃത്തം ചെയ്യും, ആത്മാവിൽ സ്തുതിഗാനങ്ങൾ പൊഴിക്കും. നിങ്ങളുടെ ഹൃദയം ആനന്ദം കൊണ്ട് ആന്തോളനം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പങ്കായിത്തീരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹീതരായിത്തീരും. നിങ്ങളുടെ ഭാവി ശോഭനമായിത്തീരും. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കഴുകി കിട്ടും. മാത്രമല്ല പുതിയൊരു ജീവിതത്തിനുള്ളതായ കൃപ നിങ്ങളുടെ മേൽ പകരും.
മാത്രവുമല്ല യേശു രണ്ടാമത് വരുമ്പോൾ വിശുദ്ധന്മാർ പറക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളും സ്തുതിയുടെ ചിറക് ധരിച്ചുകൊണ്ട് പറക്കും, നിങ്ങൾ ഉയരും പറന്ന് മധ്യാകാശത്തിൽ ആ നാഥനെ എതിരേൽക്കും. ദൈവത്തിന് സ്തോത്രം. അതിന് നിങ്ങൾ ഒരുങ്ങുകയും നിങ്ങൾ തന്നെ സമർപ്പിക്കുകയും യേശുവിൻ്റെ വാക്ക് പറയുകയും, യേശുവേ ഇന്നു മുതൽ നാഥ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ മാത്രം മക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ ജീവൻ്റെ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. വചനത്തിൽ കൂടി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വർഗത്തിന് തീ പകർന്നതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, ഈ തീയുടെ അനുഭവത്തിൽ തുടർന്ന് ജീവിപ്പാൻ, സമാധാനവും സന്തോഷമുള്ളവരായി ജീവിപ്പാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിപ്പാൻ ഞങ്ങൾ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ മക്കളെല്ലാം അവിടെ അനുഗ്രഹിക്കണമേ കർത്താവേ. നാനാവിധത്തിലുള്ളതായ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉള്ളിലുന്നവർ, മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവർ, രോഗത്തിൻ്റെ ആകുലതയാൽ വലഞ്ഞു കഴിയുന്നവർ, കർത്താവ് പ്രശ്നങ്ങൾ തട്ടിമുട്ടി വിഷമിക്കുന്നവർ, പണത്തിൻ്റെ കെടുതിയിലും കടത്തിൻ്റെ ബാധ്യതയിലും കിടന്ന് പിടയുന്നവർ, കർത്താവേ എല്ലാവരെയും അവിടെ നിന്ന് കാണണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. സമാധാനം നൽകണമേ യേശുവേ. അവിടെ ദിവ്യ സമാധാനം ഈ മക്കളോട് വസിക്കണമേ. അത് രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരെ നിലനിൽപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.